ഹായ് ഹലോ നമസ്തേ. ട്രിവിംഗ് കപ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അനന്തപുരിയുടെ ശ്രീ പത്മനാഭൻ്റെ മണ്ണിലാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നടക്കാൻ പോവാണ്. ആ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലാലേട്ടനെ നേരിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നേരത്തെ വന്നു. 7:30 മുതൽ 8:30 വരെയാണ് പരിപാടി സമയം. പക്ഷെ ഞാനൊരു 6:30 മണിക്ക് മുൻപായിട്ട് തന്നെ ഇവിടെ എത്തി സീറ്റ് പിടിച്ച് കേട്ടോ. കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ സൂം ചെയ്ത് എടുക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 8 മണി കഴിഞ്ഞപ്പോഴാണ് പരിപാടി തുടങ്ങിയത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ലാലേട്ടനും ഇങ്ങ് എത്തി. അടുത്തതായി വിളംബര പത്രിക കൈമാറ്റ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഹത്തായ ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക രാജകുടുംബാംഗങ്ങൾ ചേർന്ന് മോഹൻലാൽ അവർക്ക് കൈമാറുകയാണ്. ശ്രീ മോഹൻലാൽ അവർകളെ വിളംബരം ചെയ്യുന്നതിനായി കുടുംബാംഗമായ ഹർ ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി അവർകളെ ക്ഷണിച്ച് 2 വാക്കുകൾ സംസാരിക്കാനായി അഭ്യർത്ഥിക്കുന്നു. രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് വർത്തമാനകാലവും ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം 925 മകരം 1 ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു. ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു. കൊല്ലവർഷം 1201 വൃശ്ചികം 4 സമാരംഭിച്ച് 56 ദിവസം കൊണ്ട് സാംഗൂവാംഗം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി 47ാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം 1201 ധനു 30 2026 ജനുവരി 14 മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി പര്യവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനായി അറിയിച്ചുകൊള്ളുന്നു. ഭാസാനിഭോജസ്വി ഗംഗാ ഗംഗേവ ഭാവതി ലക്ഷദ്വീപോപമോ ലോകേ ലക്ഷദ്വീപ മഹോത്സവം. അടുത്തതായി നാം എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അവർക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. സർ പ്ലീസ്. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ, ക്ഷേത്ര തന്ത്രി, ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികൾ, ഭക്തജനങ്ങൾ, ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ വിനീതമായ നമസ്കാരം. സന്തോഷമെന്ന് പറഞ്ഞാൽ പോരാ, സുഹൃതം എന്ന് തന്നെ പറയണം. ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് ഭഗവാൻ ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളേവരെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമി ഈ മഹാക്ഷേത്രം. എൻ്റെ അച്ഛൻ ശ്രീ പത്മനാഭൻ്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇവിടുത്തെ അൽപ്പശിയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്ത് വളർന്ന ബാല കൗമാരങ്ങളാണ് എൻ്റേത്. മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാലും അതൊന്നും ജീവിതത്തിൽ ഇത്തരത്തിലൊരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരു എളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി
ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നയിൽ നിലച്ചിട്ടില്ല. അങ്ങനെ നനയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വഴക്കങ്ങളിൽ തന്നെ കേൾവി ഇല്ലാത്തതാണല്ലോ. വെളിച്ചം അറിവിൻ്റെ വിനിമയമാണെന്നാണല്ലോ. ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രഭയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങളെന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നില്ല. ജപവും ധ്യാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികളും മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാനാവുക. ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭൻ്റെ പ്രതികൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ്. ഉള്ളിൽ പ്രഭ വിതറുന്ന ദിവ്യ കാഴ്ച അത് തെളിയിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിൻ്റെ തെളിച്ചം കൂടി കാണാനാവുക. ഇത്തവണ ലക്ഷദ്വീപം നടക്കുന്നത് 2026 ജനുവരി 14 തീയതിയാണ്. അതിന് മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണസമിതിയോട് എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്കായി ചൊരിഞ്ഞ അനുഗ്രഹ വർഷമായി സവിനയം ഭക്തിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഭഗവാന്റെ തൃപാദങ്ങളിൽ കിരീടവും കുടവാളും സമർപ്പിച്ച് ശ്രീരാമന് ഭരതൻ എന്ന പോലെ പത്മനാഭദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിൻ്റെയും പിൻഗാമികളുടെയും പ്രജകളാണല്ലോ നമ്മൾ. ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി തന്നെ അവിടെ ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു. മുറജപം ലക്ഷദ്വീപം വിളംബര പത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭൻ്റെ അനുഗ്രഹമായി കരുതുന്നു. ലക്ഷദ്വീപം സമംഗളമായി നടക്കട്ടെ എന്നാശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം ശ്രീ പത്മനാഭായ. അടുത്തതായി നമ്മൾ ഉപഹാര സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർക്ക് ലക്ഷദ്വീപ് ഷോൾ ഉപഹാരമായി നൽകുന്നതിനായി രാജകുടുംബാംഗവും ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവരെ ക്ഷണിക്കുന്നു. ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ ഈശ്വരോ വിക്രമേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരെയും ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നന്ദി അറിയിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം നമ്മെ എല്ലാവരെയും നയിക്കട്ടെ, എല്ലായ്പ്പോഴും സംരക്ഷിക്കട്ടെ.